ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 ബ്ലോക്കുകൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ചില വീഡിയോയിൽ ലാസ്റ്റിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഇതിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം, ലീഗൽ ലിറ്ററസിൻ്റെ നോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരതിൽ വാട്സപ്പിൽ വന്നാൽ വിവരങ്ങൾ തരാം. ക്ലാസ്സിലേക്ക് പോവാം. മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ പേര് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് എന്നാണ്. ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും അതിൻ്റെ പ്രാധാന്യവും. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, 3rd സെമ്മ് ഹിസ്റ്ററി എഴുതുന്ന ആളുകൾക്കൊരു പേപ്പറുണ്ട്, ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട്. അവരുടെ 2-3 യൂണിറ്റുകൾ, ഒരു ബ്ലോക്കിലെ 2-3 യൂണിറ്റുകളൊക്കെ കൂടി ചേർന്നതൊക്കെ ഇവരുടെ ഇതേ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ ഇതേ സംഭവങ്ങൾ തന്നെ വരുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. നോക്കുക, ഫസ്റ്റ് ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. ഇന്ത്യയിലെ മത സാംസ്കാരിക ഡെസ്റ്റിനേഷനുകളും അതിൻ്റെ പ്രാധാന്യങ്ങളുമാണ്. ഇതിൽ വിവിധ സ്ഥലങ്ങളുണ്ട് മതപരമായിട്ട് പ്രാധാന്യമുള്ള, നമ്മൾ പറയില്ലേ തീർത്ഥാടനം, അതിന് പറ്റുന്ന പ്രദേശങ്ങളെക്കുറിച്ചും ഡെസ്റ്റിനേഷനെക്കുറിച്ചും, അതുപോലെ കൾച്ചറൽ പ്രാധാന്യമുള്ള ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചും കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതൊക്കെയാണ് ഈ യൂണിറ്റിൽ വരുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് അമൃത്സറാണ് വരുന്നത്. അമൃത്സർ പഞ്ചാബിലെ ഒരു നഗരമായ അമൃത്സർ ഹർമന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്ന സുവർണ ക്ഷേത്രം കാരണമാണ് മതപരമായിട്ട് പ്രാധാന്യമുള്ളതായി തീരുന്നത്. ലോകമെമ്പാടുമുള്ള സിഖുകാർക്ക് ഈ കേന്ദ്രം ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാണ്. യാത്രയ്ക്ക്, അവരുടെ തീർത്ഥാടനത്തിന് ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാണ്. സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബിൽ സിഖ് ഗുരുക്കൾ വിശുദ്ധ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. ആദ്യ ഗുരുവായ ഗുരുനാനാക്ക് തീർത്ഥാടനത്തെ ആന്തരിക ആത്മീയ ഭക്തിയില്ലാത്തൊരു ബാഹ്യ പ്രവർത്തനമായിട്ടാണ് കണ്ടത്. ഇന്ന് സിഖുകാർ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സുവർണക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എത്താറുണ്ട്. ഗുരുനാനാക്കിൻ്റെയും അതുപോലെ ഗുരു അമർദാസിൻ്റെയും രചനകളിൽ അമൃത്സറിനെ, ആ പ്രദേശത്തെ എന്താ വിളിക്കുന്നത്? അമൃതിൻ്റെ കുളം, അതായത് പൂൾ ഓഫ് നെക്ടാർ എന്നാണ്. പൂൾ ഓഫ് നെക്ടാർ എന്ന് പറഞ്ഞാൽ അമൃതിൻ്റെ കുളം എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഈ പദം ആദ്യം അവതരിപ്പിച്ചത് ഗുരുനാനാക്ക് തന്നെയാണ്. അവിടെ ഗുരു പ്രതീകാത്മകമായിട്ട് നമ്മൾ സമ്പൂർണ്ണമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു സ്ഥലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 4ാമത്തെ ഗുരുവായ ഗുരു രാംദാസ് 1577 ക്ഷേത്രം സങ്കല്പിക്കുകയും നിർമ്മിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനൊരു തുടക്കം കുറിക്കുകയും ചെയ്തു. 1588 5ാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവ് ഈ സ്ഥലം കൂടുതൽ വികസിപ്പിച്ചെടുത്തു. പ്രതിഫലിക്കാതെ നമുക്ക് കാണാൻ കഴിയുന്ന കുളത്തിൻ്റെ മധ്യഭാഗത്തുള്ള പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഹർമന്ദിർ സാഹിബ് എന്ന ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ രൂപകൽപ്പന അക്കാലത്തെ പരമ്പരാഗത മതഘടനയിൽ നിന്ന് വ്യതിചലിച്ചതായിട്ടും അഭിപ്രായങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ രൂപരേഖ സിഖ് മതത്തിൻ്റെ തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന രൂപത്തിലാണ്. താഴെ ഉയരത്തിലാണ് കുളവും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആരാധകർക്ക് അതിലേക്ക് എത്തണമെങ്കിൽ പടികളിറങ്ങി ചെല്ലണം. അതിനാൽ ഇതിന് ആത്മീയതയിലേക്കുള്ള നിമജ്ജനത്തെ പ്രതീകപ്പെടുത്തുന്നുണ്ട്. 4 പോയിന്റുകളിലേക്കുള്ള പ്രവേശനം വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സ്വീകാര്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന സിഖ് മതത്തിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്ന സ്വഭാവത്തെയും സമത്വത്തെയുമാണ് പ്രതീകപ്പെടുത്തുന്നത്. 1601 ഹർമന്ദിർ സാഹിബിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഗുരു അർജുൻ ദേവ്, അതുപോലെ ഹർഗോവിന്ദ് തുടങ്ങിയ സിഖ് ഗുരുക്കന്മാരുടെ വസതി കൂടിയായിരുന്നു ഈ സ്ഥലം, അമൃത്സറിലെ ഈ സുവർണക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. 18ാം നൂറ്റാണ്ടിൽ ഹർമന്ദിർ സാഹിബ് അഥവാ സുവർണക്ഷേത്രം മുഗൾ ചക്രവർത്തിമാരുടെ ഒന്നിലധികം ആക്രമണങ്ങളും നാശങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്ഷേത്രം 3 തവണ നശിപ്പിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തതായിട്ട് രേഖകളിൽ കാണാനും കഴിയുക നമുക്ക്. 1776 അവസാന പുനർനിർമ്മാണം നടന്നതായിട്ടും രേഖകളിൽ കാണുന്നുണ്ട്.
അടുത്തിടെ, അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ഷേത്രം ഭാഗികമായിട്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിൽ ക്ഷേത്രം ഒരു ഗംഭീര സ്മാരകം എന്ന നിലയിൽ സിഖ് ഐക്യത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും ശക്തമായൊരു ബന്ധമായിട്ട് അങ്ങനെ തുടരുന്നുമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ പഞ്ചാബ് ഭരണാധികാരിയായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം മറക്കാൻ വേണ്ടിയിട്ട് സ്വർണം കൊടുത്തിരുന്നു. ഇതാണ് അതിനെ സുവർണ ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ആ പേര് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. സിഖുകാരുടെയും സിഖുകാരുടെ 10 ഗുരുക്കന്മാരെയും അവരുടെ പൈതൃകങ്ങളെയും അവർ അർപ്പിച്ച ത്യാഗങ്ങളെയും ബഹുമാനിക്കുന്ന സിഖുകാരുടെ സമാപന പ്രാർത്ഥനയാണ് അർദാസ് എന്ന് പറയുക. ആ പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരാണിത്, അർദാസ്. ആ അർദാസിൽ ഉൾപ്പെടുത്തിയാൽ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിഖ് പ്രാർത്ഥനയായ അർദാസ് കാലത്തിനനുസരിച്ച് പരിണമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിഖുകാർക്ക് അമൃത്സറിന് കാര്യമായ പ്രാധാന്യമുണ്ട്. ഇത്രയാണ് അമൃത്സറിനെ കുറിച്ച് വരുന്നത്. ഇനി മറ്റൊരു ഡെസ്റ്റിനേഷനാണ് തിരുപ്പതി. തിരുമല എന്നത് 2 മതങ്ങളുടെ ഒരു സംയോജനത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. തിരു എന്ന് പറഞ്ഞാൽ പവിത്രം അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന, മല അല്ലെങ്കിൽ കുന്നിനെ അല്ലെങ്കിൽ എന്തിനെ കൊടുമുടിയൊക്കെയാണ് സൂചിപ്പിക്കുക. നമുക്കറിയാം വിശുദ്ധ പർവ്വതം എന്ന അർത്ഥം വരുന്ന അല്ലെങ്കിൽ വിശുദ്ധ കുന്ന് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ് ഏത്, തിരുമല എന്നുള്ളത് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലാണ് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുക്കളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന് പേരുകേട്ട പ്രശസ്ത മലയോര പട്ടണമാണ് തിരുമല. ഈ ക്ഷേത്രം ശ്രീമാൻ നാരായണൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റേതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരത്തിലാണ് തിരുമല നിരകൾ സ്ഥിതി ചെയ്യുന്നത്. 7 കൊടുമുടികൾ ഉൾപ്പെടുന്ന ശേഷാചലം റേഞ്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായിട്ട് തെക്കൻ ഉപദ്വീപിലെ പ്രധാന രാജവംശങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിന് സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. അവരിൽ ചിലർ ക്ഷേത്രത്തിൻ്റെ ഭക്തരായിരുന്ന പല്ലവര്, ചോളര്, പാണ്ഡ്യന്മാർ, വിജയനഗര ഭരണാധികാരികൾ എന്നിവരായിരുന്നു. വിജയനഗര രാജവംശത്തിൻ്റെ ഭരണകാലത്ത് ക്ഷേത്രത്തിനുള്ള സംഭാവനകളിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. പ്രസിദ്ധമായ രാജഗോപുരവും അന്നപ്രസാദവും വിജയനഗര കാലത്താണ് ക്ഷേത്രത്തോട് കൂട്ടിച്ചേർത്തത്, അതായത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടത്. 1843 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രിസ്ത്യാനികളല്ലാത്ത അവരുടെ ആരാധനാലയങ്ങളുടെ നടത്തിപ്പ് അവസാനിപ്പിച്ചു. തുടർന്ന് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഭരണം തിരുമലയിലെ ഹാത്തി റാംജി മഠത്തിലെ ശ്രീ സേവാദോസ്ജിക്ക് നൽകി. 1933 വരെ ഈ മഠത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത്. 1933 മദ്രാസ് ലെജിസ്ലേച്ചർ, അതായത് മദ്രാസ് നിയമനിർമ്മാണം അതിൻ്റെ ഭരണം തിരുമല തിരുപ്പതി ദേവസ്ഥാനം അഥവാ TTD കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു. അങ്ങനെ ഒരു നിയമം പാസ്സാക്കി ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രദേശത്തെ ഒരു കൂട്ടം ക്ഷേത്രങ്ങളുടെ ഭരണം പിന്നീട് ഈ TTDയെ ഏൽപ്പിച്ചു. 1951 മുതൽ 1931 ഈ നിയമത്തിന് പകരമായിട്ടൊരു പുതിയ നിയമം പാസ്സാക്കി. ആ നിയമം TTDയുടെ ഭരണം ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ കീഴിലാക്കുകയും ചെയ്തു. തിരുപ്പതി ക്ഷേത്രം മതപരമായിട്ട് മാത്രമല്ല വാസ്തുവിദ്യയുടെ കാര്യത്തിലും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ക്ഷേത്ര സമുച്ചയങ്ങൾ ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയുടെ അതിശയകരമായ പ്രവേശന കവാടങ്ങൾ അഥവാ ഗോപുരങ്ങളും കൊത്തുപണികളുള്ള തൂണുകളും കൊണ്ട് നിർമ്മിച്ചതാണ്. സാന്തോരം അഥവാ ഗർഭഗൃഹം സ്വർണം പൊതിഞ്ഞ കമാനത്തിലാണ് അലങ്കരിച്ചിരുന്നത്. സ്വർണവും വിലയേറിയ ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച കറുത്ത കല്ലിൽ കൊത്തിയെടുത്തതാണ് വെങ്കടേശ്വര വിഗ്രഹം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച രാജഗോപുരമാണ് പ്രധാന വാസ്തുവിദ്യാ സവിശേഷതകളിൽ ഒന്ന്. പ്രവേശന കവാടത്തിന് 140 അടി ഉയരമുണ്ട്. അതുപോലെ ഹിന്ദു പുരാണങ്ങളെ പ്രതിപാദിക്കുന്ന ശില്പങ്ങളും ക്ഷേത്രത്തിനകത്തുണ്ട്. ക്ഷേത്രം ഭക്തരുടെ ഇടയിൽ ആത്മീയതയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ആത്മീയ പ്രാധാന്യം തെളിയിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ആന്ധ്രാപ്രദേശിൻ്റെ ആത്മീയ തലസ്ഥാനം എന്നും തിരുപ്പതിയെ വിളിക്കാറുണ്ട്. ഇനി ബോധഗയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബീഹാറിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബോധഗയ. ഫൽഗുന നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയുക, ബുദ്ധനുമായിട്ടുള്ള ബന്ധത്തിന് ബോധഗയ മതപരമായിട്ട് പ്രാധാന്യമുള്ളതാണ്, നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഗൗതമ ബുദ്ധൻ്റെ ബോധിവൃക്ഷത്തിന് കീഴിൽ ജ്ഞാനോദയം നേടിയ സ്ഥലമായതുകൊണ്ടാണ് ഇത് ബുദ്ധമതത്തിൻ്റെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നതും. ഈ സ്ഥലത്തിൻ്റെ ആത്മീയ പ്രാധാന്യത്തിൻ്റെ അടയാളമായിട്ട് അശോകൻ ഒരു ദേവാലയം നിർമ്മിച്ചു. പിന്നീട് ക്ഷേത്രം കൽപ്പാലങ്ങളാൽ ചുറ്റപ്പെട്ടു. കുശാന ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിന് പകരം മഹാബോധി ക്ഷേത്രം സ്ഥാപിച്ചു.
19-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം ബോധഗയയുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ് വിപുലമായ ഡോക്യുമെന്റേഷനും പുനരുദ്ധാരണവും നടത്തി. അപ്പോൾ സൈറ്റിൻ്റെ ചരിത്രപരവും മതപരവുമായ പ്രാധാന്യത്തിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ കൊണ്ടുവരാനും ആർക്ക് സാധിച്ചു? അലക്സാണ്ടർ കണ്ണിങ്ഹാമിന് സാധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായി. 1861 ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം ഈ സ്ഥലം ബോധഗയ അല്ലെങ്കിൽ ബോധഗയ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. മഹാബോധി ക്ഷേത്ര സമുച്ചയത്തിൽ ഈ ക്ഷേത്രം ബോധിവൃക്ഷം പോലെയുള്ള 6 പുണ്യസ്ഥലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പിൽക്കാല ഗുപ്ത കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രം 5-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലോ നൂറ്റാണ്ട് വരെയൊക്കെ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ ആദ്യകാല ബുദ്ധക്ഷേത്രമായിട്ട് കണക്കാക്കപ്പെടുന്നു. ബുദ്ധമത വിശ്വാസത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യാ പ്രാധാന്യം. ബുദ്ധൻ്റെ പ്രബുദ്ധതയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രധാന ആരാധനാലയങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആരാധനാലയങ്ങൾ ആരാധനയുടെയും ധ്യാനത്തിൻ്റെയും സ്ഥലങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അവ ബുദ്ധൻ്റെ ജീവിതവും പഠിപ്പിക്കലുകളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളെ അനുസ്മരിക്കാൻ ആളുകളെ സഹായിക്കുന്ന വ്യക്തിഗത സ്മാരകങ്ങളായിട്ടാണ് വർത്തിക്കുന്നത്. സമുച്ചയത്തിനുള്ളിലെ പ്രധാന സ്ഥലങ്ങളിൽ ചിലത് അജപാല നിഗോദട്രി, അതായത് ബുദ്ധൻ തൻ്റെ ജ്ഞാനോദയത്തിന് ശേഷമുള്ള 5-ാം ആഴ്ചയിൽ ധ്യാനിച്ച സ്ഥലം. അതുപോലെ അനിമേശ്വരൻ ചൈതന്യ, അതായത് ബുദ്ധൻ ജ്ഞാനോദയത്തിൻ്റെ 2-ാം ആഴ്ചയിൽ ധ്യാനിച്ച സ്ഥലം. പിന്നെ സ്തൂപങ്ങൾ, നിൽക്കുന്ന ബുദ്ധപ്രതിമ എന്നിവ ഉൾക്കൊള്ളുന്ന ആരാധനാലയം ഇതിൽ പ്രധാനമാണ്. അങ്ങനെ അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ബോധിസത്വന്മാരെന്ന് അറിയപ്പെടുന്ന ആളുകളാൽ പ്രാധാന്യമറിയിക്കുന്ന ബുദ്ധമതത്തിൻ്റെ പുണ്യസ്ഥലമായ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ബോധഗയയെ കണക്കാക്കുന്നത്. BC 3-ാം നൂറ്റാണ്ടിലാണ് അശോകൻ ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള പ്രവേശന കവാടം നിർമ്മിച്ചത്. പിന്നീട് ഗേറ്റ് പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പുരി നഗരത്തെക്കുറിച്ച്. ഒഡീഷയിലെ പുണ്യനഗരമായ പുരിക്ക് സാംസ്കാരികവും മതപരവുമായ പരമ്പരാഗതവുമായ പ്രാധാന്യമുണ്ട്. വാസ്തുവിദ്യാ വിസ്മയത്തിനും ആത്മീയ പ്രാധാന്യത്തിനും പേരുകേട്ടതാണ് പുരി നഗരം. ഭഗവാൻ ജഗന്നാഥൻ്റെ വാസസ്ഥലം എന്നാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നീലാച്ചാൽ, നീലഗിരി, നീലാദ്രി, ശ്രീക്ഷേത്ര, ശങ്കക്ഷേത്ര, പുരുഷോത്തം ധാം, പുരുഷോത്തം ക്ഷേത്രം, ജഗന്നാഥ് ധാം തുടങ്ങിയ പേരുകളിലാണ് പുരി അറിയപ്പെടുന്നത്. എല്ലാം കൂടി പഠിക്കാൻ കഴിയില്ല കേട്ടോ, ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള തീർത്ഥാടകർ നഗരത്തിൻ്റെ ആത്മീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർ സ്ഥാപിച്ച 4 ധർമ്മങ്ങളിൽ ഒന്നാണ് ഈ പുണ്യസ്ഥലം. നഗരത്തിലെ പ്രധാന ആത്മീയ ആകർഷണം ജഗന്നാഥ ക്ഷേത്രം തന്നെയാണ്. 12-ാം നൂറ്റാണ്ടിലെ ഗംഗാ രാജവംശത്തിലെ ചോദഗംഗ ദേവയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും അനംഗി ഭീം ദേവ് 3-ാമൻ നിർമ്മാണം പൂർത്തിയാക്കി എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൃത്യമായ തെളിവ് അതിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ക്ഷേത്രം കൂടാതെ പഞ്ചതീർത്ഥം പോലെയുള്ള പുണ്യസ്ഥലങ്ങളും എവിടെയുണ്ട്? പുരി നഗരത്തിൽ ഉണ്ട്. മാർക്കണ്ഡേയ ടാങ്ക്, നരേന്ദ്ര ടാങ്ക്, ഇന്ദ്രദ്യുമ്ന ടാങ്ക്, ശ്വേതഗംഗ ടാങ്ക്, മഹാദതി എന്ന കടൽ ഇവയൊക്കെ ഈ പുരി നഗരത്തിൽ ഉൾപ്പെടുന്നവയാണ്. അതിൽ വിദ്യാദശ യാത്രകൾ എന്നറിയപ്പെടുന്ന 12 ഉത്സവങ്ങളാണ് പുരിയിലെ പ്രധാന ഉത്സവ ആകർഷണങ്ങളിൽ ഒന്ന്. അതിൽ സനം, രഥം, ശയനം, ഉത്തരായനം, ദക്ഷിണായനം, പാർശ്വപരിവർത്തനം, ഉൽപ്പന്നം, പ്രവർണം, അതുപോലെ പിന്നെ പുഷ്യാഭിഷേകം, ദോല, പിന്നെ ഭമനപഞ്ചം, അക്ഷയ തൃതീയ എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രശസ്തമായ ഉത്സവം രഥയാത്രയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? രഥയാത്ര എന്നുള്ളത് ആ നഗരത്തിനു കൂടി ഒരു എന്താ പറയുക പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ആഘോഷമാണ്. അബുൽ ഫസലിൻ്റെ ഐനി അക്ബരി എന്ന ഗ്രന്ഥത്തിൽ നഗരത്തെ പുരുഷോത്തമ നഗരം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. മതപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ സ്ഥലം തീർത്ഥാടകരുടെയും ഭക്തരുടെയും സന്ദർശകരുടെയും ഒക്കെ പണ്ഡിതന്മാരുടെയൊക്കെ ഇടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇനി ഹരിദ്വാറാണ് അടുത്ത നഗരം വരുന്നത്. ഹരിദ്വാർ ഉത്തരാഖണ്ഡിലെ ഒരു നഗരമാണ് ഹരിദ്വാർ. ഗംഗാനദിയുടെ തീരം ഹിമാലയത്തിൻ്റെ താഴ്വരയിലുമായിട്ടാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരം ദൈവങ്ങളുടെ കവാടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തിന് വിശാലവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകമുണ്ട്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള നടക്കുന്ന 4 നഗരങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേളയും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഹർക്കി പൗരിയിൽ കുളിക്കാൻ വരുന്ന കുംഭമേളയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ ഹരിദ്വാർ ആകർഷിക്കുന്നുണ്ട്. മഴക്കാലത്ത് വാർഷിക പരിപാടിയായ കൻവർ മേളയും ഇവിടെ നടക്കുന്നുണ്ട്. ശിവരാത്രിക്ക് 10 ദിവസം മുമ്പാണ് കൻവർ മേള നടക്കുന്നത്. ഗംഗയിൽ നിന്ന് പുണ്യജലം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ഭക്തർ ഈ സമയത്ത് ഹരിദ്വാർ സന്ദർശിക്കാൻ വേണ്ടി എത്താറുണ്ട്.
പഞ്ചതീർത്ഥ് എന്നറിയപ്പെടുന്ന 5 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹരിദ്വാറിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഗംഗദ്വാരം അഥവാ പാർക്കി പൗരി, അതുപോലെ കുഷ്യൻഘട്ട്, കൻവൽ, പിന്നെ ബിൽവ തീർത്ഥ എന്ന് പറഞ്ഞാൽ മാനസദേവി ക്ഷേത്രം, നീൽപർവ്വതം അഥവാ ചാണ്ടി ദേവി ക്ഷേത്രം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന സർക്യൂട്ടാണിത്. ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, ധർമ്മശാല, വിശുദ്ധ ജലാശയങ്ങൾ എന്നിവ ഹരിദ്വാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഹർക്കിപുരി ആത്മീയവും മതപരവുമായ പ്രാധാന്യമുള്ള ഒരിടമാണ്. വിക്രമാദിത്യ രാജാവ് പണി കഴിപ്പിച്ചതായി കരുതപ്പെടുന്ന ഒരു പുണ്യഘട്ടമാണിത്. ഏത് ഹർക്കിപുരി എന്ന് പറയും. ഗംഗ ആരതി ചടങ്ങിനിടെ ഗംഗാനദിയിലെ എണ്ണവിളക്കുകളുടെ മാസ്മരിക ദൃശ്യങ്ങൾ ആത്മീയമായിട്ട് ആകർഷകമായിട്ടുള്ള ഒന്നാണ്. ഗംഗ ആരതി ചടങ്ങ് സംഘടിപ്പിക്കുന്ന ഗംഗാ സഭയാണ് ഘട്ടിൻ്റെ പരിപാലനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇനി മറ്റൊരു പ്രദേശമാണ് അജ്മീർ. രാജസ്ഥാനിലൊരു നഗരമാണ് അജ്മീർ. താരാഗഡ് കുന്നിൻ്റെ അടിത്തറയിൽ ആരവല്ലി പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ് അജ്മീർ. പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ അജ്മീർ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. നഗരം ഹിന്ദു സംസ്കാരത്തെ സൂഫി പാരമ്പര്യവുമായിട്ട് സംയോജിപ്പിക്കുന്ന ഒന്നാണ്. അജ്മീർ ഷെരീഫ് ദർഗയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് അജ്മീർ. ഇന്ത്യയിലെ വിശുദ്ധ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നായിട്ടാണിത് കണക്കാക്കപ്പെടുന്നത്. പേർഷ്യയിൽ നിന്നുള്ള ആദരണീയനായ സൂഫി സന്യാസിയായ ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ ശവകുടീരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ആത്മീയാനുഭവവും സാംസ്കാരിക വൈവിധ്യവും ഉൾക്കൊള്ളുന്നതായിട്ട് എല്ലാ വ്യക്തികളെയും അവരുടെ വിശ്വാസം പരിഗണിക്കാതെ സ്വാഗതം ചെയ്യുന്നത് കൊണ്ട് ദർഗ വളരെ പ്രധാനമാണ്. അതായത് മതവിശ്വാസത്തിന് പ്രാധാന്യമില്ലാതെ എല്ലാവർക്കും അവിടേക്ക് കടന്നു ചെല്ലാം. 13-ാം നൂറ്റാണ്ടിലെ മൊയിനുദ്ദീൻ ചിശ്തി ഇന്ത്യ സന്ദർശിച്ചു. ലാഹോർ വഴി അജ്മീറിലെത്തിയ അദ്ദേഹം 1192 മുതൽ 1236 വരെ ഈ സ്ഥലത്ത് തൻ്റെ ഭവനമാക്കി അവിടെ താമസിച്ചു. മുഗൾ ഭരണാധികാരി ഹുമയൂൺ ചിശ്തി സന്യാസിയുടെ ബഹുമാനാർത്ഥം ഈ ദേവാലയം നിർമ്മിച്ചു. മാർബിളിൽ നിർമ്മിച്ച ദർഗ സ്വർണം പൂശിയതാണ്. ശവകുടീരം വെള്ളി റെയിലിങ്ങും മാർബിൾ സ്ക്രീനിങ്ങും ഉപയോഗിച്ചാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മുഗൾ ഭരണാധികാരികൾ ദർഗയുടെ പ്രധാന രക്ഷാധികാരികളായിട്ട് കണക്കാക്കപ്പെട്ടു. അക്ബർ എല്ലാ വർഷവും അജ്മീറിലേക്ക് തീർത്ഥാടനം നടത്തിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അക്ബർ ദർഗയിൽ അക്ബരി മസ്ജിദ് നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഷാജഹാൻ നക്കർ ഖാനയുടെ കവാടമായിട്ട് വെള്ള മാർബിളിൽ ജുമാ മസ്ജിദും കൂട്ടിച്ചേർത്തു. ദർഗ സൂഫി പാരമ്പര്യത്തെ പ്രതീകപ്പെടുത്തുകയും ചിശ്തിയുടെ പ്രഭാഷണങ്ങളുടെ തെളിവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ സ്ഥലം ഒരു പുണ്യസ്ഥലവും ആത്മീയ പ്രാധാന്യമുള്ളതുമാണ്. അത് അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായിട്ട് വർത്തിക്കുന്നു. ദർഗയ്ക്ക് ഒപ്പം തന്നെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ജഗത്പിത ബ്രഹ്മ മന്ദിറിന് ഈ നഗരം വളരെ പ്രസിദ്ധമാണ്. അതാ പറഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളെ സമന്വയിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നഗരത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകം വൈവിധ്യമാർന്ന മതവിശ്വാസങ്ങളിൽ നിന്നുള്ള ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചു. ഇനി ശാന്തിനികേതനാണ് അടുത്ത് വരുന്നത്. പശ്ചിമ ബംഗാളിൽ 1901 രവീന്ദ്രനാഥ ടാഗോറാണ് ശാന്തിനികേതൻ സ്ഥാപിച്ചത്. ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളായിട്ടും ഒരു സമഗ്ര കലാപഠന കേന്ദ്രമായിട്ടുമാണ് സ്ഥാപിച്ചത്. ഈ പഠനങ്ങൾ പുരാതന ഇന്ത്യൻ പാരമ്പര്യത്തെയും അതുപോലെ മതപരവും സാംസ്കാരികവുമായ അതിർവരമ്പുകളെയും മറികടക്കുന്ന മാനവ ഐക്യത്തെക്കുറിച്ചുള്ള ടാഗോറിൻ്റെ ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ടാഗോർ തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാംസ്കാരികവും മതപരവും ഭൂമിശാസ്ത്രപരവുമായ അതിരുകൾ കവിയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ശാന്തിനികേതൻ സ്ഥാപിച്ചത് ഗുരുകുല സമ്പ്രദായത്തിലാണ്. ഇത് വിദ്യാർത്ഥികളും പ്രകൃതി ലോകവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രകൃതിദത്തമായ ഒരു അന്തരീക്ഷത്താൽ അധ്യാപനത്തിന് ശക്തമായ ശ്രദ്ധ നൽകുന്ന രീതിയിലുള്ളതാണ്. ശാന്തിനികേതൻ ടാഗോറിൻ്റെ ആശയത്തിൻ്റെയും ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സിൻ്റെയും ആശയത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ്. 20-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കലകൾ ദക്ഷിണേന്ത്യയിലുടനീളമുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ ആത്മാവും അതിൻ്റെ പാരമ്യത്തിലേക്കുള്ള ഒരു ആവിഷ്കാരവുമാണ്. ശാന്തിനികേതൻ്റെ സൃഷ്ടിയുടെ അടിസ്ഥാന സാരാംശം ലോകം ഒരൊറ്റ കൂടുണ്ടാക്കും. ചോദിക്കാറുണ്ട് വേർഡ് കേട്ടോ. ശാന്തിനികേതൻ്റെ സൃഷ്ടിയുടെ അടിസ്ഥാന സാരാംശം എന്താണ്? ലോകം ഒരൊറ്റ കൂടുണ്ടാക്കും എന്ന ടാഗോറിൻ്റെ തത്വചിന്തയാണ്. ഈ ദർശനം കൈവരിക്കുന്നതിന് വിദ്യാഭ്യാസം, പ്രകൃതി, സംഗീതം, കല എന്നിവയുടെ ഘടകങ്ങൾ അദ്ദേഹം അതിൻ്റെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണത്തിലേക്ക് സംയോജിപ്പിച്ചു. അതിനാൽ ഈ സ്ഥലം ടാഗോറിൻ്റെ തത്വങ്ങളെ ഉൾക്കൊള്ളുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. ശാന്തിനികേതൻ അതിൻ്റെ രീതിയിലൂടെയും തത്വങ്ങളിലൂടെയും നമ്മുടെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നു. പ്രകൃതിയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഔട്ട്ഡോർ ക്ലാസ്സുകൾ, അതായത് ക്ലാസ് റൂമിന് പുറത്തുള്ള വിധത്തിലുള്ള അതായത് പ്രകൃതിദത്തമായ ക്ലാസ്സുകൾ നടത്തുന്നത് പോലെയുള്ള അധ്യാപന വിദ്യകൾ ടാഗോർ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
ഈ രീതി പഠനത്തിനും അതുപോലെ സൃഷ്ടിപരമായ ആവിഷ്കാരത്തിനും അനുകൂലമായൊരു അന്തരീക്ഷം അവിടെ സുഗമമാക്കി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരികവും ബുദ്ധിപരവുമായ കോലാഹലങ്ങളുടെ വിളനിലമായിട്ടും ശാന്തിനികേതൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ആശയങ്ങളും രീതികളും മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ കാര്യമായ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. ഇനി വാർധ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ തെക്ക് പടിഞ്ഞാറായിട്ട് വാർധ നദിക്കടുത്തുള്ളൊരു നഗരമാണ് വാർധ. ദേശീയ പ്രസ്ഥാനത്തിലും സേവാഗ്രാം പോലുള്ള സ്ഥാപനങ്ങളിലും നഗരത്തിനൊരു ചരിത്ര പാരമ്പര്യമുണ്ട്. സാംസ്കാരികമായിട്ട് രാഷ്ട്രഭാഷാ പ്രചാർ സമിതി, അതുപോലെ ഓൾ ഇന്ത്യ വില്ലേജ് ഹാൻഡ്ക്രാഫ്റ്റ്സ് അസോസിയേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നഗരം പ്രശസ്തമാണ്. ശ്രീലക്ഷ്മി നാരായണ മന്ദിർ, വിശ്വശാന്തി സ്തൂപം, സേവാഗ്രാം ശിക്ഷാ മണ്ഡൽ, ഗാന്ധി ഗ്യാൻ മന്ദിർ തുടങ്ങിയവയാണ് വാർധയിലെ ചില പ്രധാന സാംസ്കാരിക അടയാളങ്ങൾ. ഇന്ത്യയിൽ തൊട്ടുകൂടാത്തവർക്ക് ആദ്യമായിട്ട് കവാടങ്ങൾ തുറന്ന ക്ഷേത്രമായതുകൊണ്ട് വാർധയിലെ ഒരു പ്രധാന അടയാളമായിട്ട് ലക്ഷ്മി നാരായണ മന്ദിർ കണക്കാക്കുന്നു. 1936 ഗാന്ധിജി സ്ഥാപിച്ചതാണ് സേവാഗ്രാം ആശ്രമം. സേവനത്തിൻ്റെ ഗ്രാമം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. ജംനാലാൽ ബജാജ് ആശ്രമത്തിന് ഭൂമി കൊടുത്തു. കുടിലിൻ്റെ നിർമ്മാണത്തിന് 500 രൂപയിൽ കൂടുതൽ ചെലവഴിക്കരുതെന്ന് നിർമ്മാണത്തിനുള്ള എല്ലാ സാമഗ്രികളും പ്രാദേശികമായി തന്നെ കണ്ടെത്തണമെന്നും ഗാന്ധിജി തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ഗാന്ധിജിയുടെ ആദ്യ വസതിയായ ആദി നിവാസ് സേവാഗ്രാമിൽ സ്ഥാപിച്ചു. ദേശീയ അന്തർദേശീയ തീർത്ഥാടകരുടെ ഒരു ലക്ഷ്യസ്ഥാനമായിട്ട് സേവാഗ്രാം മാറി. രാജ്യത്തെ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സമ്പന്നമായ വൈവിധ്യം തിരിച്ചറിയുമ്പോൾ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഒരൊറ്റ ഭാഷ ആവശ്യമാണ് എന്നൊരു രീതി വന്നു. ഈ ഉദ്ദേശത്തോടെ 1936 ജൂലൈ 4 സേവാഗ്രാമിൽ ഒരു യോഗം ചേർന്നു. യോഗത്തിൻ്റെ ഫലമായി വാർധയിൽ രാഷ്ട്രഭാഷാ പ്രചാർ സമിതി രൂപീകരിച്ചു. ഒരു ദേശീയ ഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയും ദേശീയ ഐക്യം വളർത്തുകയും ചെയ്യുക എന്നതായിരുന്നു സമിതിയുടെ പ്രധാന ലക്ഷ്യം. സമിതിയുടെ മറ്റ് സ്ഥാപക അംഗങ്ങളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രാജർഷി പുരുഷോത്തം ദാസ് ഭട്ടണ്ടർ, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്ര ബോസ്, ആചാര്യ നരേന്ദ്രദേവ്, ആചാര്യ കാക്ക കാലേൽക്കർ, സേദ്ന ജംലാൽ ബജാജ്, ചക്രവർത്തി രാജഗോപാലാചാരി, PT മഖൻലാൽ ചതുർവേദി, ബാബ രാഘവദാസ്, ശ്രീ വിയോഗി ഹരി തുടങ്ങിയവർ. ഇത്രയാണ് വാർധയെക്കുറിച്ച് വരും. ഇനി അടുത്തത് തിരുച്ചിറപ്പള്ളിയാണ്. തിരുച്ചിറപ്പള്ളി ദക്ഷിണേന്ത്യയിലെ സാംസ്കാരിക നഗരങ്ങളിൽ ഒന്നാണിത് തിരുച്ചിറപ്പള്ളി. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്താണ് ഈ ചരിത്ര നഗരം സ്ഥിതി ചെയ്യുന്നത്. ചോളർ, പാണ്ഡ്യർ, വിജയനഗരം, അതുപോലെ നായക രാജവംശം, കർണാടക രാജ്യം, ബ്രിട്ടീഷുകാർ തുടങ്ങിയ പ്രമുഖ രാജവംശങ്ങളുടെ ഭരണത്തിന് കീഴിൽ നിലനിൽക്കേണ്ടി വന്ന അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ചൊരു നഗരമാണ് തിരുച്ചിറപ്പള്ളി. അപ്പോൾ ഇവിടെ തേപ്പക്കുളത്തെ പാറങ്കോട്ട, ശ്രീരംഗക്ഷേത്രം, അതുപോലെ ജംബുകേശ്വര ക്ഷേത്രം എന്നിവ നഗരത്തിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിൽ ചിലതാണ്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ തിരുച്ചിറപ്പള്ളിക്കൊരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. ദക്ഷിണേന്ത്യയിൽ കലക്കും കരകൗശലത്തിനും പേരുകേട്ട ഒരു നഗരമാണ് തിരുച്ചിറപ്പള്ളി. തുകൽ വർക്ക്, ജം കട്ടിങ്, ടെക്സ്റ്റൈൽ ത്രെഡിങ് എന്നിവ ഉൾപ്പെടെ വിവിധ കരകൗശല വിദ്യകളും തഞ്ചാവൂർ മാല, മോഡലുകൾ, വാദ്യോപകരണങ്ങൾ, പിച്ചള മിനിയേച്ചർ, മരം കൊത്തുപണികൾ, ചന്ദന ഉൽപ്പന്നങ്ങൾ, ബാത്തിക് പ്രിൻ്റ് ഉൽപ്പന്നങ്ങൾ, പിച്ചള ആട്ടിൻകുട്ടികൾ, പനയോലകൾ, കല്ലുകൊത്തുപണികൾ തുടങ്ങിയവയാണ് ആ തിരുച്ചിറപ്പള്ളിയുടെ വ്യതിരിക്തമായ അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളിയെ വ്യത്യസ്തമാക്കുന്ന കലാ ഉൽപ്പന്നങ്ങൾ. വർഷം മുഴുവനും പ്രദേശത്തിൻ്റെ വാണിജ്യ വികസനം സാധ്യമാക്കിയിരുന്നു. തിരുച്ചിറപ്പള്ളിയിലെ കരകൗശല വ്യവസായങ്ങളുടെ ചില പേരുകൾ ശ്രീറാം കലാമന്ദിർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, അതുപോലെ ഈസ്റ്റ് ഇന്ത്യൻ ആർട്സ് ഗ്യാലറി, പൂംബുഹാർ കരകൗശല വസ്തുക്കൾ എന്നിവയാണ്. ഇനി വേളാങ്കണ്ണി. തമിഴ്നാട്ടിലെ ആകർഷകമായ പട്ടണമായ വേളാങ്കണ്ണിയിൽ കന്യാമറിയത്തിന് സമർപ്പിക്കുന്ന പ്രശസ്തമായ മറിയൻ സങ്കേതമായ വേളാങ്കണ്ണി പള്ളിയുണ്ട്. സേക്രഡ് ആരോഗ്യ മാതാ ചർച്ച് എന്നും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട്. ചുവന്ന മേൽക്കൂരയും ഗോത്തിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയുമുള്ള അതിശയകരമായ എന്താ പറയുക, ഒരു നിറത്തിലുള്ളതാണ് ഈ ക്ഷേത്രം. വെള്ള ദേവാലയം എന്നാണ് ഇതിനെ പറയുക കേട്ടോ. പള്ളിയിൽ ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി, കൊങ്ങിണി തുടങ്ങിയ 8 ഭാഷകളിൽ വിശുദ്ധ കുർബാന നടത്തിയിരുന്നു. ഈ നഗരം അതിമനോഹരമായ ബീച്ചുകളും വിവിധ മതകേന്ദ്രങ്ങളും കൊണ്ട് വിനോദസഞ്ചാരികളെ അത്യധികം അല്ലെങ്കിൽ ഭക്തരെയും അത്യധികം ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. ചെന്നൈയിൽ നിന്ന് 350 കിലോമീറ്റർ തെക്കും നാഗപട്ടണത്തിൽ നിന്ന് 12 കിലോമീറ്റർ തെക്കും ബംഗാൾ ഉൾക്കടലിൻ്റെ മണൽ തീരമുള്ള ഒരു ഗ്രാമമാണ് വേളാങ്കണ്ണി. ആദ്യകാല എഴുത്തുകാരും പോർച്ചുഗീസുകാരും നഗരത്തെ
കോറമാണ്ടൽ തീരം അല്ലെങ്കിൽ കോറമാണ്ടൽ നഗരം എന്നാണ് വിളിച്ചിരുന്നത്. കടലിലേക്ക് ഒഴുകുന്ന കാവേരി നദിയുടെ ചെറുശാഖയായ വെള്ളയാർ നദിയുടെ തെക്കേ കരയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് കിഴക്കിൻ്റെ ലൂർസ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ മാതാവ് മേരിയും ശിശു യേശുവും സ്ഥാപിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആഗോള സാന്നിധ്യമുള്ളതുകൊണ്ട് വേളാങ്കണ്ണി മാതാവിൻ്റെ ദൈവിക ഉത്ഭവത്തിനും അതിൻ്റെ അന്താരാഷ്ട്ര സ്വഭാവത്തിനും ഒരു തെളിവാണിത്. അന്തർദേശീയവും ബഹുസാംസ്കാരികവും മതപരവുമായ സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ മറിയത്തെ ആരാധിക്കുന്ന ദേവാലയം എല്ലാ മതങ്ങളിലും ഭാഷകളിലും നിന്നുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നുണ്ട്. ഈ വേഗമേറിയ ഗതാഗത മാർഗങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ്കൻ ജസ്യൂട്ട് മത്സര പോരാട്ടങ്ങൾ വേളാങ്കണ്ണിയിലെ മിഷണറിമാരെ ബാധിച്ചു. ജസ്യൂട്ടുകൾ മറിയത്തിൻ്റെ പരിശുദ്ധ ഹൃദയത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു പള്ളി പരിപാലിച്ചു. 1928 പള്ളി പൊളിച്ചു മാറ്റി. പ്രതിമകൾ ഔർ ലേഡി ഓഫ് ഹെൽത്ത് എന്ന ദേവാലയത്തിലേക്ക് മാറ്റി. ഇത് വേളാങ്കണ്ണി തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. 1933 പ്രധാന അൾത്താരയുടെ വലത്തോട്ടും ഇടത്തോട്ടും 2 പുതിയ ചിറകുകൾ കൂടി നിർമ്മിച്ചു. പള്ളിയുടെ മധ്യഭാഗം വലതുകോണിൽ ഒരു ഇങ്ങനെ തിരിഞ്ഞു പോന്നു കഴിഞ്ഞാൽ വലതുകോണിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന രീതി, അതാണ് കേട്ടോ വലതുകോണിൽ കണ്ടുമുട്ടുന്ന എന്ന് പറയുന്നത് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മദ്രാസ്, മൈലാപ്പൂർ രൂപതയാട്, തഞ്ചാവൂരിലെ പവിത്രമായ മന്ദിരം അൾത്താരയുടെ പിന്നിൽ വിശാലമായ വസ്ത്രത്തോടെ ലത്തീൻ കുരിശിൻ്റെ ആകൃതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ പാരമ്പര്യത്തിലാണെങ്കിലും എല്ലാ മതക്കാരെയും ആകർഷിക്കുന്ന ഒരു പുണ്യസ്ഥലം എന്നൊരു പ്രത്യേകത കൂടി വേളാങ്കണ്ണിക്കുണ്ട്. 1954 മരിയൻ വർഷാചരണം തീർത്ഥാടകരെ ആകർഷിച്ചു. ഏറ്റവും ബഹുമാനപ്പെട്ട ബിഷപ്പ് ആർ ആരോഗ്യ സ്വാമി സുന്ദരവും ഫാദർ MV റോഡ്രിഗസ് വേളാങ്കണ്ണിയിലെ ഭക്തി ആഘോഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി സുപ്രധാനമായ ക്രമീകരണങ്ങൾ ചെയ്തു. 1956 ഒരു സ്വാഗത കമാനം തുറക്കുകയും ചെയ്തു. 1961 കളങ്കരഹിതമായ വെളുത്ത മാർബിളിൽ ഒരു കേന്ദ്ര ബലിപീഠവും സ്ഥാപിച്ചു. മാർബിൾ ബലിപീഠം ദേവാലയത്തിൻ്റെ പ്രൗഢി ഒന്നുകൂടി കൂട്ടി. അതേസമയം പുരാതന പോർസലൈൻ പ്ലേറ്റുകളും അതുപോലെ പെയിൻറ്റിങ്ങുകളും അവയുടെ യഥാർത്ഥ ഭംഗിയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. 1974-75 ഘടനയിൽ ക്ലാസിസത്തിൻ്റെ വിജയം പ്രകടമാക്കുന്ന 2 നിലകളിലുള്ള ഒരു ബസിലിക്ക വാഴ്ത്തപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും വിശുദ്ധമാക്കപ്പെടുകയും ചെയ്തു. 93 അടി ഉയരമുള്ള താഴികക്കുടവും 82 അടി ഉയരമുള്ള 2 ലോത്തിക് സർപ്പിളങ്ങളും വേളാങ്കണ്ണിയുടെ ആകാശരേഖയിൽ ആധിപത്യം എന്ന് പറഞ്ഞാൽ അതിനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത്രയും സമർത്ഥമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ അതിനെ ആക്കി മാറ്റുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായിട്ട് വർഷം തോറും 20 ദശലക്ഷം തീർത്ഥാടകരെ ഈ ദേവാലയം ആകർഷിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള വാർഷികോത്സവത്തിൽ 3 ദശലക്ഷം ആളുകൾ ആ പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. ഇത് സെപ്റ്റംബർ 8 മേരിയുടെ ജന്മതിരുനാളിൽ ആഘോഷം അവസാനിക്കുന്നത് വരെ അത് തുടരുകയും ചെയ്യും. ഓക്കെ, ഇതാണ് 3ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. അടുത്തൊരു യൂണിറ്റ് കൂടി 3ാമത്തെ ബ്ലോക്കിലുണ്ട്. അതായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.